ഡോക്ടർ അതുപോലെ തന്നെ ഈ പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ശ്വാസകോശ രോഗങ്ങളെല്ലാം പാരമ്പര്യമായി വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയായിരിക്കും പാരമ്പര്യ രോഗം നമുക്ക് എങ്ങനെ പാരമ്പര്യ നിയന്ത്രിക്കാൻ സാധിക്കും? രോഗത്തെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള കുട്ടിയുടെ ആ ഫാമിലി ടെൻഡൻസിയെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ ആ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ നമ്മൾ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെൻഡൻസി എങ്ങനെയും ഉണ്ടാവും, പക്ഷെ അത് എക്സിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇത് ലക്ഷണങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ അലർജി റൈനൈറ്റിസും തുമ്മലും ജലദോഷവും ചുമയും ശ്വാസമുട്ടലുമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ എക്സൈറ്റ് ചെയ്യുന്ന കാരണങ്ങളാണ് നമ്മൾ ഈ ഒഴിവാക്കാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മളൊരു രോഗിക്ക് മരുന്നാണ് കൊടുക്കുന്നത്, നമ്മളൊരു രോഗാവസ്ഥയ്ക്കല്ല മരുന്ന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കുട്ടികളെ നമ്മളടുത്ത് ഒരേ രോഗാവസ്ഥയായിട്ട് കൊണ്ടുവന്നാൽ, ഒരേ രോഗലക്ഷണങ്ങളായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ 10 കുട്ടികളിലും നമ്മൾ വെവ്വേറെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളെ നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കധികം കിട്ടത്തില്ല, പക്ഷേ പേരൻസിൻ്റെ നമുക്ക് കിട്ടും.